ഹായ്, ഇന്ന് നമ്മൾ പുരയത്തെ വിശേഷങ്ങളല്ല കേട്ടോ. ഞാനൊന്നിതാ ബത്തേരി വരെ ഒന്ന് പോവാണ്. എൻ്റെ വീട് മീനങ്ങാടിയാണ് കേട്ടോ. ബത്തേരി എൻ്റെ അനിയത്തി ഉണ്ട്, പിന്നെ ഉപ്പച്ചീൻ്റെ ഏട്ടൻ്റെ മോളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് പോവാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ പുരയിലിരുന്നാൽ ശരിയാവില്ലല്ലോ, ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ പുറത്തൊക്കെ പോകണ്ടേ. അങ്ങനെ ഇതാ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പോവണത്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ. പുൽപ്പള്ളി വഴി അങ്ങനെ ബാവലിയിൽ നിന്ന് പുൽപ്പള്ളി വഴി അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. വണ്ടിയിൽ കഴിക്കാൻ നിച്ചുമോള് കക്കിരിയും ആപ്പിളൊക്കെ മുറിച്ച് നല്ല ബോക്സിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഉപ്പച്ചീൻ്റെ ഏട്ടൻ്റെ മോളെ വീടാണിത്. ഓള് പുരക്കൂടൽ കഴിഞ്ഞിട്ട് ഞങ്ങളാരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാമെന്ന് വിചാരിച്ച് വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അവിടുന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങോട്ട് കൂടിയാലേ കാക്കക്കൂട്ടിൽ കല്ലിട്ട അവസ്ഥയാണ് കേട്ടോ. അത് സൗണ്ട് മ്യൂട്ടാക്കിയ കൊണ്ടാണ്. ആ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും എന്താണ് ഇപ്പോൾ കുഞ്ഞോള അവിടെ ഇങ്ങനെ ഒച്ചപ്പാട് എന്ന്. അങ്ങനെ ഇതാ അവിടുന്ന് എല്ലാവരും കൂടെ ഇതാ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പാൽച്ചായയും കുറേ കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചിട്ടുണ്ടായി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളെ കസിൻസും നമ്മളെ അമ്മായിമാരും എല്ലാവരെയും കൂടെ കണ്ട ആ ഒരു സന്തോഷവും. നമുക്ക് ചായ കുടിക്കാനെന്നല്ല നേരം, ഞങ്ങളെ കഥ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തീരണില്ല കേട്ടോ. കുറച്ച് സമയം കൊണ്ട് മൊത്തത്തിൽ പറഞ്ഞ് തീരുമില്ലല്ലോ. പിന്നെ എല്ലാവരും കൂടെ കണ്ടാൽ ഒന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളത് അതും ഒരു നിർബന്ധമാണ്. അങ്ങനെ ഇതാ അവിടുന്ന് ചായ കുടിയും കഥ പറയലൊക്കെ പകുതി വെച്ച് അങ്ങോട്ട് നിർത്തി ഞങ്ങളെല്ലാവരും ഇതാ തിരിച്ച് പോരുകയാണ്. കുറേ ആൾക്കാരെ ബത്തേരി അവിടെ സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ നേരെ അവിടുന്ന് ആജുവിൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. ആജു എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഓളവിടെ കൊടുന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവിടേക്ക് നേരെ എത്തിയിട്ട് ഓള് കുട്ടികളെ കൂട്ടാണ്ട് ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നേരെ ഇങ്ങോട്ടും പോകുന്നതാണ്. ഇവിടെ വന്നപ്പോഴേക്കും ഉമ്മ ഇതാ അവിടെ ഉള്ളിവടയും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് അവിടെ നിന്നിട്ടുണ്ടായി. കുറേ ആയിട്ടോ ഞാൻ അങ്ങനെ മീനങ്ങാടിക്കൊന്നും അങ്ങനെ വരുത്തില്ല കേട്ടോ. മക്കൾക്കൊക്കെ സ്കൂൾ മദ്രസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് വരുത്തും നടക്കൂല കേട്ടോ. നാസിമോൻ ഇതവിടെ പുരൻ്റെ ഉള്ളിൽ ഓൻ്റെ അവിടെ വണ്ടി ഇല്ലാത്ത പോലെയാണ്. ഓന് പോണോടത്തൊക്കെ വണ്ടി കണ്ടാലും ഓനിക്ക് കളിയാണ് കേട്ടോ. അങ്ങനെ ഇതാ അവിടുന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് മെല്ലെ ഇറങ്ങുകയാണ്. ഞങ്ങൾ മൂന്നാളും ഇങ്ങോട്ട് പുറത്തിറങ്ങിയാണ്. നാസിമോന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതാ അതിൻ്റെ ഉള്ളിൽ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പോകുകയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഓനിക്ക് യാതൊരുവിധ കൂസലും കുലുക്കോ ഇല്ല കേട്ടോ. ഇവിടെ ആജുവിൻ്റെ അടുത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. പിന്നെ ഇതാ ഉപ്പച്ചി പോവുകയാണ് ടാറ്റ കൊണ്ടാന്നൊക്കെ പറഞ്ഞ് മെല്ലെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയതായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം മഹരി ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആജുവിൻ്റെ വീടിൻ്റെ മുന്നിലും നല്ല വയലൊക്കെയാണ്. ഇപ്പം എല്ലായിടത്തും വയൽ കൊയ്ത്തൊക്കെ കഴിയണ ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഓനെയൊക്കെ എടുത്ത് പിടിച്ച് വലിച്ച് ഞങ്ങളിതാ തിരിച്ച് പോരാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വന്നതും ഫോറസ്റ്റ് വഴിയിലൂടെ തന്നെ ആയിരുന്നു കേട്ടോ. വരുമ്പോൾ ഞങ്ങൾ 10-11 ആനേനെയൊക്കെ കണ്ടിട്ടുണ്ടായി. ഇതിൻ്റെ പേടി കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.